ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാട്ടോ. അതും കുറച്ച് ദൂരമാണ്. അത് പഴവേർക്കാട് പറയും, മീൻചൂർ പഴവേർക്കാട്. നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ രാവിലെ തന്നെ ശരിക്കും 5 മണി ഒക്കെ ആകുമ്പോഴേക്കിന് നമുക്ക് എത്താമെന്ന് വിചാരിച്ചതാണ്. അത് പിന്നെ ഇപ്പോൾ എല്ലാവരും ഒരുങ്ങി താങ്ങി പിടിച്ചൊക്കെ ആകുമ്പോഴേക്കിന് ടൈം കണക്കായി. അപ്പോൾ അങ്ങനെ തന്നെ അപ്പോഴൊക്കെ തന്നെ വെയിൽ കുത്തിയിട്ട് ഭയങ്കര എന്താ പറയുക ചൂടും അതുമല്ല. ആ സമയമായപ്പോഴേക്കിന് തന്നെ കുഴങ്ങിട്ടോ. കാരണം കുറച്ച് നമ്മളവിടുന്ന് പോന്നിട്ടുള്ളൂ. അപ്പോഴേക്കിന് പിന്നെ വെയിൽ നല്ല അമ്മാതിരി വെയിൽ. ഏതായാലും നമ്മൾ ഫ്രഷ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ പഴവേർക്കാടേക്ക് പോവുകയാണ്. ഇത് ശരിക്ക് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. സൺഡേ ആണ് ഞങ്ങൾ പോയത്, കഴിഞ്ഞ സൺഡേ ആണ് പോയത്. അപ്പോൾ അന്നത്തെ വീഡിയോ ആണ്. ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ ഇത് കാരണം അങ്ങനെ എന്താ പറയുക അപ്ലോഡ് ചെയ്യാനും ഒക്കെ കുറേ ബുദ്ധിമുട്ടാണ്. നമുക്ക് വീഡിയോസ് എടുക്കാനും ഒക്കെ അങ്ങനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര വെയിലടിക്കുക കേട്ടോ. എന്തൊരു വെയിലാണ് അറിയാം. അങ്ങനെ നമ്മൾ പഴവേർക്കാട് എത്താനായിരിക്കും കേട്ടോ. അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ കുറച്ച് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ തുടങ്ങും ഭയങ്കര സ്മെല്ല്. ഒരു ഇത് മീനിൻ്റെ നാറ്റം, ഭയങ്കര സ്മെല്ല് എപ്പോഴേ തുടങ്ങും. പിന്നെ നല്ല നല്ല എന്താ പറയുക നല്ല സ്ഥലങ്ങളാണ്, നല്ല ഏരിയകളൊക്കെയാണ് അവിടെ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ഫ്രഷ് മീൻ വരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ അത്രയും നേരത്തെ അവിടെ എത്തിയതുകൊണ്ട് ഭയങ്കര വിലയും ഭയങ്കര പ്രൈസായിരുന്നു മീനിന്. അപ്പോൾ ഞങ്ങളങ്ങനെ അപ്പോൾ ഗൈസ് നമ്മളെ പഴവേർക്കാട് മീനിൻ്റെ ഇതിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ മീൻ ഒക്കെ വരുന്ന സ്ഥലം. വലിയ വലിയ ലോറികളൊക്കെ പുറത്ത് കൊണ്ടുപോകണ പിന്നെ ലോറികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊണ്ടുപോകും കേട്ടോ പുറത്തേക്കുള്ള മീനൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര റേറ്റ് രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എന്താക്കി, അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ബീച്ച് പോകാറുണ്ട്. കുറച്ച് നേരം അവിടെ പോയി കളിച്ച് അങ്ങനെ ടൈം കണക്കാക്കാൻ വേണ്ടിയിട്ട് സമയം. അപ്പോൾ അതിന് കുറച്ചൊക്കെ ലേറ്റായി എത്തിയാൽ വില കമ്മിയിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെ ബീച്ചിൽ പോയി കളിച്ചിട്ട് തിരിച്ചൊന്ന് മീൻ വാങ്ങിയിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു. അപ്പം നമ്മൾ ബീച്ചിൽ പോയി കൊണ്ടിരിക്കുകയാണേ.
ഗൈസ് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിട്ടോ. ബീച്ച് അതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ ഇതേ ബീച്ച് തന്നെയാണ് കേട്ടോ. അത് പഴവേർക്കാട് ബീച്ച് എന്താണ്. ഇന്ന് രാവിലെ ആയതുകൊണ്ട് ആളൊന്നുമില്ല. അത് കുറച്ച് ആൾക്കാരിങ്ങനെ ഉണ്ടായിരുന്നു, അത്ര തന്നെ. പക്ഷേ വെയിലെപ്പോഴും ഭയങ്കര താങ്ങാൻ പറ്റാത്ത ചൂടാണ്. പിന്നെ കുട്ടിയൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് മീൻ വാങ്ങാം, പിന്നെ തിരിച്ച് അങ്ങോട്ട് അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബീച്ച് കളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ കുട്ടികൾക്കും തന്നെ എവിടേക്കും ഇറങ്ങാനായിട്ട് അവർക്ക് ഫുള്ള് ബോറടിയാണ്. നമ്മൾ വീട്ടിലേ ഇരുന്നിട്ടേ എവിടേക്കും പിന്നെ അങ്ങനെ കണ്ട് ഇറങ്ങാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര എന്താണ് പരാതിയാണ്, എങ്ങോട്ട് കൊണ്ടുപോകണില്ല. ശരി, അപ്പോൾ ഏതായാലും കാറെടുത്ത് പോവുമല്ലോ മീൻ വാങ്ങാം. അപ്പം നമ്മൾ കുറച്ച് നേരം ബീച്ചിലും കളിച്ചിട്ട് അങ്ങനെ മീൻ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സമയത്തും ഭയങ്കര ഇതുണ്ട് കേട്ടോ, തിരമാല ഭയങ്കര പേടിയാണ് കുട്ടികളൊക്കെ. എൻ്റെ ചെറുത് റയ്യു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മടിച്ചൊന്ന് ഇറങ്ങാൻ വെള്ളത്തിൽ കളിച്ചാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചപ്പോൾ ഓൾക്ക് ഇഷ്ടമായി. അങ്ങനെ ഓളും ഒപ്പം അങ്ങനെ കളിക്കാൻ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം ഓരോ കളിയും കണ്ട് അങ്ങനെ ഇരുന്ന് കണ്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് കയറാൻ പറഞ്ഞിട്ട് ഓള് കയറണില്ല. അവൾക്ക് അതിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾക്ക് തിരിച്ച് പോരാൻ പിന്നെ പൂതിയില്ല. ആ തിരമാല വരുന്ന കാണുമ്പോൾ തന്നെ പേടിയാവുക ഭയങ്കര. ആ സമയത്ത് തന്നെ ഭയങ്കര പിന്നെ എന്താ പറയുക തിരമാല ഉണ്ടായിരുന്നു. വേറെ മീൻ പിടിച്ചിട്ട് വേറെ ഇങ്ങനെ ബോട്ടുകളൊക്കെ അതിലിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബോട്ടുകൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വേറൊരു സ്ഥലമുണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ കളിയും കയറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു. ഇനി മീൻ പിന്നെ വാങ്ങിക്കൊടുത്തേക്ക് തന്നെ നമ്മൾ തിരിച്ച് പോവാണ്. അപ്പം ഞാൻ സമയത്ത് ഇനിയിപ്പോൾ എന്താ അറിയില്ലല്ലോ വില. ഏതായാലും ഓല് രണ്ടാളും പോയി. ഓല് വാപ്പിയും മോനും കൂടി പോയിട്ട് മീൻ വാങ്ങാൻ. ഞങ്ങൾ പിന്നെ മൂന്നാളും വണ്ടിയിൽ തന്നെ ഇരുന്ന് അത് വെറുതെ അതിൻ്റെ ഇടയിൽ കൂടെ തിക്കി തിരക്കാൻ പോകണ്ടല്ലോ വെച്ചിട്ട് ഞങ്ങൾ കാറിലിരുന്ന് അങ്ങനെ ഒരു മീൻ വാങ്ങി വന്ന്. മീൻ എന്തൊക്കെ വാങ്ങി കാട്ടിത്തരാം. എനിക്ക് വലിയ തിരണ്ടി വാങ്ങിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞണ്ടും ചെമ്മീനും ഒക്കെ വാങ്ങി. അങ്ങനെയൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി നന്നാക്കാൻ ഓല് രണ്ടാളും തന്നെ ഇരുന്ന് മീൻ നന്നാക്കാൻ ഓല് രണ്ടാളും ഇരുന്നു. ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള പണി ഞാനും അങ്ങനെ ബാക്കിയുള്ള പണിക്ക് പോയി. ഞങ്ങളൊക്കെ അകം ക്ലീനാക്കി കുളിയും നനയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ നിന്ന്. ഓല് രണ്ടാളും മീൻ നന്നാക്കാനും ഇരുന്ന്. അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒക്കെ നല്ല ഫ്രഷ് ജീവനോടുക്കുള്ള മീനാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഞണ്ടും പിന്നെ ചെമ്മീനൊക്കെ ജീവനുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ജീവൻ പോകുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ ഓല് അതിൻ്റെ കാലൊക്കെ പൊട്ടിച്ചിട്ടല്ലേ ഇടുക. അത് നമുക്ക് തരുമ്പോൾ തന്നെ അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒന്നുകൂടി പറയണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അസ്സലാമു അലൈക്കും.